മകളുടെ വിവാഹത്തിനായി സ്വരുക്കൂട്ടിയതെല്ലാം നഷ്ടമായ അവസ്ഥയിലാണ് പുഞ്ചിരിമട്ടത്തെ സുബൈറും കുടുംബവും. സഹോദരനുൾപ്പെടെ കുടുംബത്തിലെ 5 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. സുബൈറും 3 മക്കളും നിലവിൽ ക്യാമ്പിലാണ് ഉള്ളത്. സരീഷ് PK തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുഞ്ചിരിമട്ടത്താണ്. അവിടെയുള്ള പ്രദേശവാസികൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 5 പേരെയാണ് ഇനി ലഭിക്കാനുള്ളത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഇവിടെ നിന്ന് എപ്പോഴാണ് നിങ്ങൾ ക്യാമ്പിലേക്ക് മാറിയത്? ഞങ്ങൾ വൈകുന്നേരമാണ് ഇവിടുന്ന് പോയത്. രാവിലെ എൻ്റെ ഏട്ടനും എൻ്റെ കുടുംബമൊക്കെ ഇവിടെ ഉണ്ട്, പുരയിലുണ്ട്. അങ്ങനെ ഈ മഴ കൂടുതലായപ്പോൾ വെള്ളം കണ്ട് ഞങ്ങളെ പേരൻ്റെ ബേക്കിൽ തന്നെ ഒരു മരം പൊങ്ങി വീണ് പൊട്ടിച്ചാടി. അത് കണ്ട് എൻ്റെ കുട്ടികളൊക്കെ കരഞ്ഞു പിടിച്ച് ഇനി പേടിയാവുന്നുണ്ട് പോവുക. ഇനി നമുക്കും പേടിയുണ്ട്, ഓലെ സമാധാനപ്പെടുത്തും, ഒന്നും ആവൂല. അതിൻ്റെ മേലെന്ന് വീട്ടുകാരൊക്കെ മാറിയിരുന്നു, അതിൻ്റെ മുമ്പ് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് തൽക്കാലം ഞങ്ങൾ ചൂരൽമലക്ക് നമ്മളെ മാപ്പാൻ്റെ കുടുംബത്തിൻ്റെ അവിടേക്ക് പോകാം, അല്ലെങ്കിൽ ഈ മരിച്ചുപോയ എൻ്റെ ഏട്ടനുണ്ട്, ഏട്ടൻ്റെ കോട്ടേഴ്സാണ് മുണ്ടക്കായി, അവിടെ പോയി തൽക്കാലം നിൽക്കുക. എപ്പോഴും കഴിഞ്ഞതിന് മേലത്തെ കൊല്ലം പൊട്ടിയപ്പോഴും എൻ്റെ ഏട്ടൻ്റെ കൂടെ ഒരുമിച്ച് ഇങ്ങനെ നിന്ന ആളാണ്. ഇതേപോലെ എല്ലാത്തിനും കൂടുന്ന ആളാണ്. മൂപ്പരൊക്കെ പോയി അപ്പോൾ അവിടെ പോയി നിൽക്കുക. അപ്പോൾ മൂപ്പര് പറഞ്ഞ് തൽക്കാലം ഇവിടെ ആൾ കൂടുതലല്ലേ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് താഴെ നിൽക്ക്, അതല്ലെങ്കിൽ ഉമ്മാക്ക് ഇങ്ങനെ പെയ്യല്ലോ, ഈ തൽക്കാലം അവിടെ പോയി നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്നാൽ പോകാം എന്ന് ഞാൻ പറഞ്ഞതാ. അവിടെ തൽക്കാലം പോയി നിൽക്കാം, രാവിലെ വരാല്ലേ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഒന്നുമില്ല, ഒക്കെ പോയി. ആ കോട്ടേഴ്സ് പോകുന്ന ഒരിക്കലും ഞങ്ങൾ കരുതിയിട്ടില്ല. ആ പള്ളീൻ്റെ തൊട്ടില്ല ബിൽഡിംഗ് ലൈനും എൻ്റെ ബാക്കിയിലൊക്കെ ഉണ്ടായത് എല്ലാവരും പോയി. ഈ ഒരു മോള് ഫസ്റ്റ് കിട്ടി, ഇവളെ അനിയത്തിനാണ് ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയത്. പിന്നെ ഏട്ടൻ്റെ ഒരു മോന് ഇപ്പോൾ ക്യാമ്പിലിൻ്റെ കൂടെ ഉണ്ട്. വേറെ ഒന്നുമില്ല, എല്ലാം പോയി. ഇനി ഏട്ടൻ്റെ ഉമ്മച്ചിനെ കണ്ടെത്താനുണ്ട്, ഉപ്പച്ചിനെ കണ്ടെത്താനുണ്ട്, ഏട്ടൻ്റെ ഭാര്യനെ കണ്ടെത്തണം, അനിയൻ്റെ ഭാര്യനെ കണ്ടെത്തണം. ഏട്ടൻ്റെ ചെറിയ മോനുണ്ട്, അമീൻ എന്ന് പറയും, മോനെയും കണ്ടെത്താണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഞാൻ വരെ കിട്ടി, മറവ് ചെയ്ത്. ഇനി പിന്നെ ഒരുപാട് മുണ്ടക്കായ്ക്കാർ നമ്മളെ ആൾക്കാരെന്നെ കുറേ ആൾക്കാരും പോയിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ കിട്ടി, ഇനിയും കുറേ കിട്ടാനാണ്. അന്ന് തലേന്നും അന്ന് രാവിലെ വരെ കണ്ട് സംസാരിച്ച ആൾക്കാരാണ് പോയത്. ഇത്രയും വലിയൊരു ദുരിതം നമ്മളെ നാട്ടിലുണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പുഴയിൽ കൂടെ പോകും എന്നാണ് ഞങ്ങളെല്ലാവരും കരുതിയിരുന്നത്. മുണ്ടക്കായിലേക്ക് എത്തുന്നൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. ഇത് എന്താണെന്നറിയില്ല, ഇങ്ങനെ വന്ന് പോയി. ലഭിക്കാനുള്ളതെല്ലാം ഇനി ആ സമയത്ത് ക്വാർട്ടേഴ്സിലേക്ക് മാറിയവരാണോ, അതോ വീടുകളിൽ തന്നെയായിരുന്നു? അല്ല, ഓല് മരിച്ചോല് കോട്ടേഴ്സിലേക്ക് വന്ന് കിട്ടാൻ കോട്ടേഴ്സിൽ ഇല്ലവരാണ്. ഒക്കെ 2 ഫാമിലി ഒരുമിച്ച് നിന്ന ആളുകളിലാണ് ഇനി കിട്ടാനുള്ളത്. ഇല്ല, ഒരുവിധ ആളുകളൊക്കെ അവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ താഴത്തേക്കാണ് ആളുകൾ മാറിയിട്ടില്ല. എൻ്റെ വീട്, എൻ്റെ അമ്മാവൻ്റെ വീട്, പിന്നെ മേലത്തെ വീട്, 2-3 വീട് പണിയന്മാർ, അങ്ങനെ ഒരുവിധ ആൾക്കാരൊക്കെ അവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നു. 2 പേര് പണിയന്മാരിൽ ബാക്കിയുണ്ടായിരുന്നു, അത് വന്ന് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് കേട്ട്. ഇന്നിപ്പോൾ ഞാൻ പോയി അവിടെ പോയി വിളിച്ച്, അവിടെ ആരുമില്ല. ആ കോളനിക്കൊന്നും സംഭവിച്ചിട്ടുമില്ല. നിങ്ങളോട് മാറി നിൽക്കാൻ പകൽ ആവശ്യപ്പെടുക എന്തെങ്കിലും ചെയ്തു? ഞങ്ങൾ TV-ൽ ഇങ്ങനെ വാർത്ത കൊടുത്തിരുന്നു, മലമേഖലയൊക്കെ മാറണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ അങ്ങനെ കണ്ടിട്ട് അതുകൊണ്ടല്ല, ഞങ്ങൾ അടുക്കള ഭാഗം വെള്ളം വന്നപ്പോൾ ഞങ്ങൾ പോയി. അങ്ങനെ അർജുൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തില്ലേ, മൂപ്പര് പോയ വേദനയിലാണ്. അതിൽ പള്ളിയിലും നമ്മളും എല്ലാവരും, ആ അമ്മൊക്കെ എത്രമാത്രം കരയുന്നുണ്ട് ഒരു കുട്ടീനെ കാണാനല്ലേ. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മളെ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴൊക്കെ പൊരിഞ്ഞ മഴയാണ്, ഇന്ന് കണ്ടെത്തും നാളെ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് ഇതിലാണ് നിൽക്കുന്നത്. അതിലും വലിയ ദുരിതമാണ് ഇവിടെ വന്നത്, മറക്കാൻ കഴിയാത്ത ദുരിതം. കണ്ടിരിക്കുന്ന ആളുകളെ പെട്ടെന്ന് പോയി, നന്നായിട്ടെടുത്തു പോയി. ഇനി എന്ത് ചെയ്യുന്നില്ല ഒരു പ്രതീക്ഷയില്ല ചേട്ടാ. ക്യാമ്പിലിപ്പോൾ ഏറി വന്ന ഒരാഴ്ചയൊക്കെ നമ്മൾ നിർത്തുക. എൻ്റെ കുട്ടീൻ്റെ കല്യാണം വരെ ഉറപ്പിച്ചിട്ട് നിൽക്കുകയാണ്. എനിക്ക് 3 മക്കളാണ്, ഉറപ്പിച്ചിട്ട് നിൽക്കുകയാണ്. ഇനി ഓലെ ഇറക്കി അങ്ങോട്ട് വിടും, എന്തെങ്കിലും ഒരു സഹായം കിട്ടും, ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കൈയാണ്, വേറെ ഒന്നുമില്ല. വീടിൻ്റെ അവസ്ഥ എന്താ? വീടിൻ്റെ എല്ലാം മണ്ണ് വന്നിട്ട് അടഞ്ഞ് കിടക്കുന്നുണ്ട്, പരിക്കോടെയാണ് ഉള്ളത്. ഇവിടെ ജീവിക്കാൻ എന്തായാലും കഴിയൂല.
പേടിയാണ്. എപ്പോഴായിരുന്നു നടക്കാൻ തീരുമാനിച്ചിരുന്നത്? എപ്പോഴായിരുന്നു മകളുടെ വിവാഹം എപ്പോഴാണ് നടക്കാൻ? മകളെ ഇനി 2 മാസം കൂടെ ഉണ്ട് കെട്ടിക്കാൻ. അതൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചതാണ്. അതിന് കരുതി വെച്ചതെല്ലാം വീട്ടിൽ തന്നെയാണോ? അല്ലെങ്കിൽ ഇല്ല, കാര്യമായിട്ട് വീട്ടിലൊന്നുമില്ല. ഒരു 3 പവന് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വിട്ടുപോയതാണ് ഇവള്. ചെറിയ സാധനങ്ങളാണ്, 3 പവനോളം പിന്നെ അവിടെ തിണ്ടത്ത് വെച്ചിരുന്നു. അത് വാതിലൊക്കെ തുറന്നിട്ട് കിടക്കുന്നുണ്ട്. അതൊന്നുമില്ല. നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. എല്ലാം പോയി. ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. എല്ലാം പോയി ചേട്ടാ. കാണാലോ, എല്ലാം നമ്മളെ നാടും പോയി, നമ്മളെല്ലാം പോയി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങോട്ട് എന്നുള്ളത് അറിയണില്ല. ഞാനും എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ വയസ്സായൊരുമ്മി എൻ്റെ കുട്ടികളും ബാക്കി അതിനെ പടച്ചവനോട് സ്തുതിക്കുകയാണ് ഞങ്ങൾ. ഇവരൊക്കെ കണ്ടെത്തി കിട്ടണം. ഞങ്ങൾക്കൊരു ഒന്നും വേണ്ടെന്ന് കയറി കടക്കാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ എന്തെങ്കിലും ഒരു സഹായം കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പോയതൊക്കെ പോയി. ഇത് മോളാണ്, അനിയന്റെ മോളാണ്. അന്ന് വരെ വർത്താനം പറഞ്ഞ മോളാണ്. സംഹ. ഇത് സ്കൂളിൽ നിന്ന് എടുത്തതാണ്. ടീച്ചർമാരാണ് അതൊക്കെ. ഞങ്ങളൊക്കെ അങ്ങനെ കഴിയണതല്ലേ. ഇപ്പൊ 5ൽ പഠിക്കുകയാണ്. ഇത് ഞങ്ങൾ അമ്മാവന്റെ മോളാണ്. അത് 2 ഒരേ ഇതാണ്. അപ്പോൾ അവിടുന്ന് എനിക്ക് കിട്ടിയത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഓള് പഠിച്ചൊരു ബുക്കാണ്, അതവിടെ അടുത്ത് വെച്ച് ഇത് കൊണ്ടുവന്ന് ഇനി ഇതല്ലേ കാണാനുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതാ ഈ കുട്ടിയാണ്, ഈ മോളാ. പിറ്റേന്ന് തന്നെ ഈ കുട്ടീനെ കിട്ടി. ഇതുതന്നെയാണ് ഈ മേഖലയിലുള്ളവരുടെ അവസ്ഥ. കാരണം അന്ന് ഒന്നും ഈ ഇത്രത്തോളം വലിയൊരു അപകടം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു വരാൻ സാധിക്കാത്തൊരു സാഹചര്യം, തിരിച്ച് വീടുകൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്.